നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുണമേ. നല്ലോർമ്മ നിന്റെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെങ്കിലും ലോകം തരുന്ന പോലെയല്ല എന്ന് ചെയ്ത വിശ്വാതമ്പുരാനെ, നിങ്ങളുടെ നിരപ്പും സമാധാനവും ശാന്തി ഭവനത്തിൽ വസിപ്പിക്കണമേ. ഇതിൽ പാർക്കും നിന്റെ മക്കളെ കരുണയോട് കാത്തു പരിപാലിക്കണമേ. വിട്ടുപിരിയാത്ത നിന്റെ സ്വർഗീയ വാഴ്വുകളാലും ഇവരെ അനുഗ്രഹിക്കുകയും നിന്നിൽ നിന്നുള്ള നന്മകളാലും വാഴ്വുകളാലും ഇവരെ ശരിപ്പെടുത്തുകയും ശ്രേഷ്ഠരാക്കി തീർക്കുകയും ചെയ്യണമേ. കർത്താവേ, ഭവനത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ വരവുകളെ അനുഗ്രഹിക്കണമേ. ചെലവുകളെ നിയന്ത്രിക്കണമേ. ദൈവം തമ്പുരാൻ ഇവർക്ക് നൽകിയിരിക്കുന്നതായ കുഞ്ഞുങ്ങളെ ദൈവാശ്രയത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ കൃപ ചെയ്ത് സഹായിക്കണമേ. ഇതുവരെയും അരികലുമായിരിക്കുന്ന ഇവരുടെ ബന്ധുമിത്രാദികളെയും സഹോദരി സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും കരുണയോടെ കാത്തു പരിപാലിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുകയും കബറടങ്ങപ്പെട്ടവരെ പുനരുദ്ധാനം ചെയ്യുകയും ചെയ്യുന്നവനായ ദൈവമായ കർത്താവേ, ഇവരിൽ നിന്ന് വാങ്ങിപ്പോയി തിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഇവരുടെ വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് സ്വർഗീയ ഊർജ്ജലേമിൽ ആശ്വാസം നൽകി അൽപുറഹാമ്യം അടികൾക്ക് അവരെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. കർത്താവെ, അവരെ നീതിയുടെ മാർഗങ്ങളിൽ കൂടി അബ്രഹാമ്യം അടികളിൽ അവരെ വസിപ്പിച്ച് നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്ത ദിവസത്തിൽ ഞങ്ങളും അവരും ഒരുമിച്ച് ചേർന്ന് അങ്ങേയും അങ്ങയുടെ പിതാവിനെയും അങ്ങയുടെ പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയും എന്റെ ശരീരം കരുണ നിറഞ്ഞവനെ
ആത്മാവിന് സംബന്ധവും കൂട്ടാരണിയും നമ്മെല്ലാവരോടുകൂടെയും ഈ ഭവനത്തോടും എതിർപ്പാർക്കുന്നതിന് മക്കളോടും ഇവരിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ പരേതരുടെ ആത്മാക്കളോടുകൂടെയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശു എന്ന രക്ഷിതാവിന് നമുക്കായി ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും മനുഷ്യരിൽ സംപ്രീതിയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.